Hi everyone. In a cooking vlog video alla inna oru vlog aanu inna ende favorite travel vlogger aya oru happy family dilludiyum priyadiyum oru exhibition oda nadakkunnundu appo avade just onnu poi check out cheyan vicharichu Korea in Bangkok il ninnu kore dresses okke undu appo molku ishtavayirikkum angante korchu tops anganekke nokkan vicharikkunu പിന്നെ കുറേ സ്മോൾ വുമൺ ആന്ത്രപ്രണേഴ്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് നോക്കിയിട്ട് വരാം. സോ ഒബ്രോണിലെത്തി കുറേ നാൾക്ക് ശേഷമാണ് ഒബ്രോണിൽ വരുന്നത്. അപ്പോൾ ലുലു വന്നതോടുകൂടി എപ്പോഴും അവിടേക്കാണ് പോകുന്നത്, ഒബ്രോണിൽ വരാറേ ഇല്ല. കുറേ തിരക്കില്ലാത്ത ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, വീക്ക് ഡേ ആയതുകൊണ്ട്. സോ 3rd ഫ്ലോറിലാണ് OHF FLEA മാർക്കറ്റിൻ്റെ എക്സിബിഷൻ. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് അത്ര അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ജയ്പൂർ കോട്ടൺ കുർത്തീസിൻ്റെ സ്റ്റോള്. പിന്നെ ഇതൊരു ഫാം സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോം മെയ്ഡ് പ്രോഡക്ട്സിൻ്റെ ഒരു സ്റ്റോറാണ്. ആകെ കൂടി എനിക്ക് ഇത് രണ്ട് സ്റ്റോഴ്സ് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റി. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചാണ് ഹാള് കാണിച്ചു തരാം. So that you can also check. ഇനി 2 days ഉണ്ട് കേട്ടോ എക്സിബിഷൻ. വന്നപ്പോൾ തന്നെ പ്രിയനെയും ദില്ലുവിനെയും അങ്കിളിനും ആൻറ്റീനെയൊക്കെ കണ്ട് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചു. ഒബ്രോണിൽ ക്രിസ്മസ് തീമിലാണ് ഇപ്പോഴത്തെ ഡെക്കറേഷൻ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ഭയങ്കര രസമായിരുന്നു. നല്ലൊരു ക്രിസ്മസ് ട്രീ, ടോൾ ക്രിസ്മസ് ട്രീ വെച്ചിട്ട് ബ്ലൂ കളർ തീം, അതായത് ഐസി സ്നോ ഫ്ലേക്സ് അങ്ങനത്തെ ഒരു തീമാണ് ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടി. Let's go down and check once more. താഴ്ന്ന് കാണാൻ നല്ല രസമായിരുന്നു. ബ്ലൂ കളർ തീം നല്ല രസമാണ്. സാധാരണ ഗ്രീനും റെഡ് അങ്ങനത്തെ കുറേ തീംസ് കാണാൻ പറ്റും. ഇവർ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് തീംസ് വെച്ചിരിക്കുന്നത്. സ്നോ കാസിൽ പോലത്തെ അങ്ങനത്തെ ഒരു ഡെക്കോറാണ്. ഇത് കണ്ടോ, വളരെ ക്യൂട്ടായിട്ട് ഭയങ്കര രസമാണ് ഇത് കാണാൻ. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കോറാണിത്. സോ അങ്ങനെ നല്ല ലൈറ്റ്സും സ്നോ ഫ്ലേക്സുള്ള ലൈറ്റിങ് വെച്ചിട്ട് നല്ലതായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഹോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. വീട്ടിൽ പോയിട്ട് ഹോൾ കാണിച്ചു തരാം. സോ ഹലോ, അപ്പോൾ ഞാൻ ബാക്ക് വീട്ടിലേക്ക് വന്നു. ഇത് കുറച്ച് ലോഡും ഹോളായിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് പർച്ചേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടോപ്സും മോൾക്ക് വേണ്ടിയിട്ടുള്ള ടോപ്സാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഹോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി 2 ദിവസമുണ്ട്, ഇനി 2 days ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അത് എന്തൊക്കെയാണ് കാണിച്ചു തരാം. പ്രൈസ് നോർമൽ അഫോർഡബിൾ ആണ് കേട്ടോ. പ്രൈസ് ഞാൻ അധികം പറയുന്നില്ല. ലൈക്ക് എന്താണ് ഡ്രസ്സസ് മാത്രം കാണിച്ചു തരാം. സോ ഇതാണ് ആദ്യം ഒരു ടോപ്പ്. വൈറ്റ് കണ്ടപ്പോൾ തന്നെ എടുത്തു. വെരി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ. നല്ലൊരു ടോപ്പാണ്, മോൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. ഇതേപോലെ ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്. സെയിം ടൈപ്പ് 2 കളേഴ്സ്. ഇതൊരു മോ ഷെയ്ഡ്, ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ മോ ഷെയ്ഡാണ്. നൈസ്. ഇതെല്ലാം ഒരു 500 റേഞ്ചാണ് കേട്ടോ. 550 കറക്റ്റായിട്ട് 500 റേഞ്ച്. പിന്നെ ഇതൊരു ക്രോപ്പ് ടീഷർട്ട്. സോ സോഫ്റ്റ്. ഇത് കൊറിയ എന്നാണ് തോന്നുന്നത്.
സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്, ഇത്ര സോഫ്റ്റ്. ക്രോപ്പ് ടോപ്പാണ് കേട്ടോ അത്, ക്രോപ്പ് ടീഷർട്ട്, കോളേജിലേക്ക് ഇടാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കില്ല, അതുപോലത്തെ ടൈപ്പ്. പിന്നെ ഇതൊരു ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള ഒരു ഫ്രോക്ക്. സോ ബ്യൂട്ടിഫുൾ ദിസ് വൺ. ലോങ് ഫ്രോക്കാണ് കേട്ടോ. മെറ്റീരിയൽ എന്ത് മെറ്റീരിയലാണെന്ന് അറിയില്ല, കുറച്ച് ഇവിടെ ട്രാൻസ്പെറൻ്റ് നെറ്റ് പോലത്തെ മെറ്റീരിയലാണ്. ഇതിൽ പല കളേഴ്സ് ഉണ്ട്. ബ്ലൂ ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ട്, പിന്നെ അവിടെ ഈ 2-3 കളേഴ്സ് ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട്. ബാക്കിൽ ഇങ്ങനെ എലാസ്റ്റിക് ഉണ്ട്, ടൈപ്പ്. സച്ച് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു ലോങ് ഷർട്ടാണ് എടുത്തത്, ജീനിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് പക്ഷെ ലോങ് ആയിട്ടുള്ള ഹൈ ലോ ടൈപ്പാണ്, പക്ഷെ ഇച്ചിരി ലെങ്തി ആയിട്ട് ആയിരിക്കും. പിന്നെ ഇത് പ്രിയയുടെ ഡിസൈനാണെന്ന് തോന്നുന്നു. ലോങ് മാക്സി ടൈപ്പ്. ഇതെനിക്ക് അവർ വ്ലോഗിൽ കാണിച്ചപ്പോൾ തന്നെ ഇഷ്ടമായി. ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ വാങ്ങാൻ വെച്ചിട്ടാണ് പോയത്. അവിടെ ഉണ്ടായിരുന്നു, സിംഗിൾ പീസ് ഞാൻ എടുത്തു. ഇതേപോലെ വേറെ വൈറ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ വൈറ്റ്. പിന്നെ കുറേ ലോങ് മാക്സീസ് ഉണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്തു. പക്ഷെ എല്ലാവരും പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട്. പെട്ടെന്ന് പോയില്ലെങ്കിൽ നാളെ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് എ ലോങ് ഗൗൺ. ഇങ്ങനെ നല്ല ഒരു മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയലാണ്. കുറച്ച് ഷൈനിങ്ങും ഉണ്ട്. സിമ്പിളാണ്, ഒന്നുമില്ല. ക്ലോസ് നെക്ക്, പിന്നെ സ്ലീവിലെ എലാസ്റ്റിക്കിൽ ലോങ് മാക്സീസ്. ഇതെല്ലാം പ്രിയയുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ, ബാങ്ക് ഓഫ് ഫാഷൻ ബുട്ടീക്ക്. ഇത് കഴിഞ്ഞു. പിന്നെ ഇതൊരു കുർത്ത വാങ്ങിച്ചു. സുവസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. കോട്ടൺ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലായിട്ടുള്ള, വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ജയ്പൂർ ബ്ലോക്ക് പ്രിൻ്റ് കോട്ടൺ. ലോങ് കുർത്തയാണ്, സിമ്പിൾ. സിമ്പിളായിട്ടുള്ള ഒരു കുർത്തയാണ്. അപ്പോൾ ഡ്രസ് സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇതില്ലേ, ഇത് ഒരു സിമ്പിൾ ടേബിൾ മാറ്റാണ് കേട്ടോ. ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ശ്രദ്ധ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അവർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവർ ഈ പ്രാവശ്യം അവരുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ തന്നെ ഉണ്ടാക്കിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. ബാഗ്, പേഴ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവർ പിള്ളേരുണ്ടാക്കിയതാണ്, കൈകൊണ്ട് ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു സിംഗിൾ ഇതുപോലത്തെ ഒരു മാറ്റ് വാങ്ങിച്ചു. ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സിംഗിൾ മാറ്റ് ഗിഫ്റ്റ്. പിന്നെ വാങ്ങിച്ചത് ഹോം മെയ്ഡ് അമ്മാസ് ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ്.
അവരുടെ അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അച്ചാർ വീട്ടിലുണ്ട്, അതുകൊണ്ട് അധികം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അച്ചാർ അധികം കഴിക്കാറില്ല, ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ട്. പിന്നെ 2 പ്രോഡക്റ്റ്സ് അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. പാം സ്റ്റോൺ പറഞ്ഞിട്ടുള്ള പാം സ്റ്റോർ കാണാമോ? പാം സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് ഹോം മെയ്ഡ് ബ്രാൻഡാണ്. ചക്ക വരട്ടിയത്, പഴം വരട്ടിയതും ഉണ്ട് കേട്ടോ. വളരെ ടേസ്റ്റാണ്, വെരി ടേസ്റ്റി. ഞാൻ അവിടെ സാമ്പിളിങ് ഉണ്ടായിരുന്നു, അപ്പോൾ കഴിച്ച് നോക്കിയതാണ്. സോ ഗുഡ്, ദിസ് എവ്രിബഡി ഷുഡ് ട്രൈ. അവർക്ക് വേറെയും കുറേ എന്തൊക്കെയോ മസാലപ്പൊടി, സാമ്പാർ പൊടി, ചിക്കൻ പൊടി, അങ്ങനെ കുറേ മസാലാസ് ഉണ്ട്. ഇതാണ് അവരുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്, ചക്ക വരട്ടിയത്. പിന്നെ അവരുടെ അടുത്ത് നിന്ന് ഇഡ്ലിപ്പൊടി വാങ്ങിച്ചു, ഇഡ്ലിപ്പൊടി. ഫാം സ്റ്റോർ പറഞ്ഞിട്ട് ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അവരുടെ വ്ളോഗിലും അവർ ഈ സ്റ്റോഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. പ്രിയയുടെ ദില്ലുയുടെ വ്ളോഗിലും ഈ സ്റ്റോഴ്സിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും കുറേ സ്റ്റോഴ്സ് ഉണ്ട്, നമുക്ക് ചെക്കൗട്ട് ചെയ്ത് വാങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ തിരക്ക് കുറവായിരിക്കും. ഈവനിങ് ആയപ്പോഴത്തേക്കും നല്ല തിരക്ക് വന്നു, കുറേ തിരക്ക്. നാളെയൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും 2 days ഉണ്ട് എക്സിബിഷൻ. സോ എല്ലാവരും പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. നല്ല കളക്ഷൻസ് ഉണ്ട്, എസ്പെഷ്യലി കുർത്താസൊക്കെ നല്ലതാണ്. ജയ്പൂർ ഐറ്റംസും നല്ലതാണ്, കുർത്തീസൊക്കെ നല്ലതാണ്. അപ്പോൾ if you are in Kochi, please try out their exhibition which is in Oberon Mall. Bye.